ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കൊച്ചി വരെ ഒന്ന് പോയി കേട്ടോ. ആ സമയത്ത് കുറച്ച് എൻ്റെ ഫോണിനകത്ത് എടുക്കാൻ പറ്റിയ വീഡിയോസൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ റെഡിമെയ്ഡിൻ്റെ സെയിലൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് പോയി എടുത്തതാണ്. അത് വലിയ കുഴപ്പമില്ലാതെ സെയിലായി, എന്നാലും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഓണം ഒക്കെ അല്ലേ, കുറച്ചുകൂടെ എടുത്ത് വെക്കാം. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ എറണാകുളം വരെ പോയതായിരുന്നു കേട്ടോ. അപ്പം പോയ വഴിക്ക് ഈ വോൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, വോളിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ, അത് കണ്ട് അതിൻ്റെ കടകൾ കുറേ കണ്ട് അവിടെയൊക്കെ കയറി വെറുതെ ഒന്ന് നോക്കി. സ്ക്വയർ ഫീറ്റിനൊക്കെ അവർ വില പറഞ്ഞു. പക്ഷെ നമ്മൾ വാങ്ങിച്ചു ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയെ കയറി. എൻ്റെ കൂട്ടുകാരെ പറയാതെ പറ്റത്തില്ല. എൻ്റെ ഭഗവാനെ, ജീവൻ ബാക്കി കിട്ടിയത് എന്തോ ഒരു ഭാഗ്യം. എന്തോ സ്പീഡിലാണെന്നറിയാമോ ഈ എറണാകുളത്തുള്ള ഓട്ടോക്കാർ വണ്ടി ഓടിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്തും എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചാണ് ഞാൻ ആ ഓട്ടോയ്ക്കകത്തിരുന്നത്. ഇടിക്കും, ഇപ്പം ഇടിക്കും അതേ പരുവത്തിലാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. സത്യത്തിൽ അതിലെ കൂടെയൊക്കെ ടൂ വീലറിലൊക്കെ പോകുന്നവരെയൊക്കെ ഒന്ന് സമ്മതിക്കണം. തന്നെയല്ല, ഈ ഓട്ടോക്കാരാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ട് കുത്തിക്കയറ്റി കൊണ്ടുപോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പം ഇത് ഇടിച്ച് നമ്മളെല്ലാം കൂടെ മറിഞ്ഞ് വീഴുവാന്ന്. സത്യത്തിൽ ഭയങ്കര ശരിക്കും പേടിച്ച് തന്നെയാണ് ഞാൻ ആ ഓട്ടോയ്ക്കകത്തിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഇതേപോലായിരുന്നു. അയ്യോ, നിങ്ങൾക്കാർക്കെങ്കിലും കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഓട്ടോയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ശരിക്കും പേടിച്ചാണ് ഞാനിരുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ടോ ഇപ്പം ഇടിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഓട്ടോ പോകുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങളെ കൊണ്ടുവന്ന് മാർക്കറ്റ് റോഡിൻ്റെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. പിന്നെ അവിടെ മുതൽ ഓരോ കടകളിലെല്ലാം കയറി ഇറങ്ങി ഓരോന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയായിരുന്നേ. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട 2 പേരുണ്ടായിരുന്നു. അവരും ഞങ്ങളെപ്പോലെ തന്നെ ഓരോ കടകളിലൊക്കെ കയറി റേറ്റൊക്കെ നോക്കി. അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരാണ്, മലയാളീസാണ്. അവരും ഇതുപോലെ തന്നെ ഓരോ ഷോപ്പിലൊക്കെ കയറി വിലയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ പല ഷോപ്പുകളിലും ചെന്നപ്പം അവിടെയൊക്കെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു. പത്തനംതിട്ടയോ മറ്റോ ഉള്ളവരാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നില്ലേ, ഇഷ്ടംപോലെ കടകളാണ് 2 വശത്തും കേട്ടോ. റെഡിമെയ്ഡ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളാണ്, റീറ്റെയിൽ ഇല്ല അവിടെ എങ്ങും. അപ്പോൾ ഞങ്ങൾ കയറി കുറച്ചൊക്കെ കടകളിലെല്ലാം നടന്നു, കുറേയൊക്കെ നോക്കി. ഏതായാലും ദൈവാധീനത്തിന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളിന്ന് ഇവിടുന്ന് രാവിലെ പോയത് ഭയങ്കര മഴ നനഞ്ഞ് അട്ടളിഞ്ഞാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവിടുന്ന് പോയത്. ആ ഡ്രസ്സ് പോലും ചൊവ്വേ ഉണങ്ങിയില്ല. ഞങ്ങളുടെ ദേഹത്ത് കിടന്ന് തുണി ഉണങ്ങുമായിരുന്നെന്ന് വേണം പറയാൻ. അത്ര മഴ നനഞ്ഞാണ് രാവിലെ ഞങ്ങൾ പോയത്. പക്ഷേ പോയിടത്തൊന്നും വലിയ മഴയൊന്നും പെയ്തില്ല. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് എല്ലായിടവും കയറി നോക്കി. വിലയും പിന്നെ നമുക്കൊന്ന് ഇഷ്ടപ്പെടുന്ന സെലക്ഷനൊക്കെ വേണ്ട എടുക്കാൻ. അങ്ങനെ അത്യാവശ്യം കുറേ കടകളിലൊക്കെ പോയി. പക്ഷേ അതിൻ്റെ ഒന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഇത് ഞങ്ങൾ യാത്ര ചെയ്തതൊക്കെ ഒന്ന് ചുമ്മാതെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം കൊച്ചിയിലെ ഓട്ടോയിലെ അനുഭവം നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലായിടവും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ അപ്പോഴത്തേനും ആദ്യമേ ഞങ്ങൾ ചുരിദാറിൻ്റെ ഷോപ്പിൽ കുറേ കയറി. അവിടുന്ന് ഓരോരുത്തർക്കും നമ്മൾ വിലയെല്ലാം നോക്കി. നമുക്കും കൂടെ ഒരു ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലുള്ളത് വേണ്ടേ എടുക്കാനായിട്ട്, അല്ലാതെ ചുമ്മാതെ അങ്ങ് ചാടിക്കയറി അങ്ങ് എടുക്കാൻ പറ്റുമോ? പിന്നെ തുണിയും നല്ലതായിരിക്കണം. അങ്ങനെയൊക്കെ നോക്കി 4-5 ഷോപ്പിലെല്ലാം കയറി ഞങ്ങളെല്ലാം നോക്കി എടുത്തു. കുറച്ച് നൈറ്റി റെഡിമെയ്ഡ് നൈറ്റി എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരിച്ച് ഞങ്ങൾ സാധനം എല്ലാം വാങ്ങി വീണ്ടും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പം നോക്കിക്കേ, ഭയങ്കര തിരക്ക്. എപ്പോഴും എറണാകുളം ടൗണിൽ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കാണ്. അപ്പം ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. ഞങ്ങൾ അപ്പോഴ് തന്നെ ടിക്കറ്റ് എടുത്തിട്ട്
പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടോട്ട് ഇങ്ങ് വന്നായിരുന്നേ ട്രെയിൻ. അപ്പം മെമൂനായിരുന്നു ഞങ്ങൾ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെയും ഭയങ്കരമായ തിരക്ക് ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ വന്ദേ ഭാരത് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എൻ്റെ കുറേ ഫോട്ടോഷോപ്പ്. ഞാൻ ചുമ്മാതെ അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം ഇതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് എല്ലാം ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നോൺ വെജിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറമായിരുന്നു. ഞങ്ങൾ നോൺ വെജ് ഊണായിരുന്നു കഴിച്ചത് കേട്ടോ. ചോറാണ് കഴിച്ചത്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് എണ്ണയുള്ളതൊന്നും കഴിക്കണ്ടെന്ന് കരുതി ഞങ്ങളൊരു ചെറുതായിട്ട് ചോറ് കഴിച്ചു. നല്ല മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അവിയൽ, തോരൻ, രസം, മോരുകറി, അച്ചാർ, പപ്പടം, അങ്ങനെ എല്ലാം കൂട്ടി ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് അപ്പോഴും 1 മണി ആയതേ ഉള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ട്രെയിൻ കിടക്കുന്നിടത്തോട്ട് 2ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വരാനായിട്ട് ഞങ്ങൾ അങ്ങനെ മേൽപ്പാലത്തെ കൂടെ കയറി ഇപ്പുറത്തിറങ്ങി എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ദാ കിടക്കുന്നു മെമു നമ്മുടെ. അങ്ങനെ പിന്നെ അതിനകത്തിൽ കയറാനായിട്ട് ഇങ്ങനെ വരുവാ കണ്ട. ഭയങ്കര തിരക്കായിരുന്നു. ശരിക്കും ഇത് 1:30 കഴിഞ്ഞാണ് ട്രെയിൻ വിട്ടത്. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും ഏകദേശം ഫുള്ളായായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും സീറ്റ് കിട്ടി ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയ്യോ ആൾക്കാർ നിന്നാണ് ഇതിനകത്ത് യാത്ര ചെയ്ത് വന്നത്. പിന്നെ ആളൊക്കെ ഒത്തിരി റഷായപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൊച്ചി യാത്ര. നിങ്ങൾക്ക് ആർക്കും ബോറടിച്ച് കാണത്തില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.